നമസ്കാരം. 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ആദ്യത്തെ ചാപ്റ്ററായ ഗ്ലൈക്കം നൂറുമേനിയിൽ നിന്നും USS പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ചോദ്യം: വാഴ നനയ്ക്കുമ്പോൾ ചീരയും നനയും എന്ന പഴമൊഴി ഏത് കൃഷിരീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം: ഇടവിളക്കൃഷി. ചോദ്യം: ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ഉത്തരം: ഇന്ത്യ. ചോദ്യം: ലോക ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആര്? ഉത്തരം: നോർമൻ ഇ. ബോർലോഗ്. ചോദ്യം: ഒറ്റ വൈക്കോൽ വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം: മസനോബു ഫുക്കുവോക്ക. ചോദ്യം: മഴയിലൂടെ പരാഗണം നടത്തുന്ന സസ്യം ഏത്? ഉത്തരം: കുരുമുളക്. ചോദ്യം: വവ്വാൽ വഴി പരാഗണം നടത്തുന്ന സസ്യം ഏത്? ഉത്തരം: വാഴ. ചോദ്യം: പ്രജനന രീതി അനുസരിച്ച് കൂട്ടത്തിൽ പെടാത്തത്? ഉത്തരം: കരിമ്പ്. കരിമ്പിൻ്റെ തണ്ടിൽ നിന്നാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്. ചോദ്യം: ജൈവ കീടനിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവി? ഉത്തരം: ട്രൈക്കോഡെർമ. അസോള, അസിറ്റോബാക്ടർ, റൈസോബിയം ഇവയൊക്കെ മണ്ണിൽ നൈട്രജനെ ഫിക്സ് ചെയ്യുന്ന ബാക്ടീരിയകളാണ്. അവ കീടനിയന്ത്രണത്തിന് ഉപയോഗിക്കാറില്ല. ചോദ്യം: നീരൊഴുക്ക് പരിഗണിച്ച് കൃഷി ചെയ്യുന്ന രീതി? ഉത്തരം: കൊണ്ടൂർ കൃഷി. NPK വളങ്ങളിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ? NPK എന്ന് പറയുന്നത് N എന്ന് പറയുന്നത് നൈട്രജനെ, P എന്ന് പറയുന്നത് ഫോസ്ഫറസിനെയും K എന്ന് പറയുന്നത് പൊട്ടാസ്യത്തിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് NPK വളങ്ങളിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന കൃതിയുടെ കർത്താവ്? ഉത്തരം: ഫുക്കുവോക്ക. പാഠഭാഗത്തു നിന്നുള്ള ഏതാനും ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ കൂടി നോക്കാം. ചില സങ്കരയിന വിത്തുകളെ പറ്റി പാഠഭാഗത്ത് പരാമർശിച്ചിട്ടുണ്ട്. അതിൽ മുളകിൻ്റെ സങ്കരയിന വിത്തുകളാണ് ഉജ്ജ്വലയും ജ്വാലാമുഖിയും. പയറിൻ്റെ സങ്കരയിന വിത്തുകളാണ് ജ്യോതിക, ഭാഗ്യലക്ഷ്മി. നെല്ലിൻ്റെ സങ്കരയിന വിത്തുകളാണ് പവിത്ര, അന്നപൂർണ. തെങ്ങിൻ്റെ സങ്കരയിന വിത്തുകളാണ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. വെണ്ടയുടെ സങ്കരയിന വിത്തുകളാണ് സൽകീർത്തി, കിരൺ. ഇത്തരം വർഗസംകരണത്തിലൂടെയുള്ള ഗുണമേന്മയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലാണ്. പാഠഭാഗത്ത് ജൈവവളങ്ങളെ പറ്റിയും രാസവളങ്ങളെ പറ്റിയും പരാമർശിക്കുന്നുണ്ട്. ജൈവവളങ്ങൾ എന്ന് പറയുന്നത് ജൈവവസ്തുക്കളിൽ നിന്നും ലഭിക്കുന്നതാണ്. അവ കൂടുതൽ അളവിൽ ഉപയോഗിക്കേണ്ടി വരും. മണ്ണിന് ദോഷകരമല്ല. ഒരു നിശ്ചിത ഘടകം മാത്രമായി നിലനിൽക്കാൻ കഴിയില്ല. ജൈവവളങ്ങൾ ജൈവവസ്തുക്കളിൽ നിന്നും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അതിന് ദോഷങ്ങളൊന്നും ഉണ്ടാകാറില്ല. ചാണകം, കമ്പോസ്റ്റ് തുടങ്ങിയവയെല്ലാം ജൈവവളങ്ങൾക്ക് ഉദാഹരണമാണ്. രാസവളങ്ങൾ എന്ന് പറയുന്നത് രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായി നിർമ്മിക്കുന്നതിനാണ് രാസവളങ്ങൾ എന്ന് പറയുന്നത്. ഇവ കുറഞ്ഞ അളവിൽ മതി. അമിതമായ ഉപയോഗം മണ്ണിൻ്റെ ഘടനയെ തന്നെ നശിപ്പിക്കുന്നു. ആവശ്യമുള്ള ഘടകം മാത്രമായും നൽകാം. അമോണിയ, യൂറിയ തുടങ്ങിയവയൊക്കെ രാസവളങ്ങളുടെ ഉദാഹരണമാണ്. NPKയും ഒരു രാസവളമാണ്. NPKയിലുള്ളത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യമാണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ തന്നെയാണ്. ജീവാണുവളം അഥവാ മൈക്രോബിയൽ ഫെർട്ടിലൈസർ. സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണുവളപ്രയോഗം. സ്യൂഡോമോണാസ്, അസോസ്പൈറിലം എന്നിവ ജീവാണുവളങ്ങൾക്ക് ഉദാഹരണമാണ്. സ്യൂഡോമോണാസും അസോസ്പൈറിലം ബാക്ടീരിയകളാണ്. ഇവ മണ്ണിൽ നൈട്രജൻ്റെ അളവിനെ കൂട്ടുന്നു. ചില കീടനിയന്ത്രണ മാർഗങ്ങളെ പറ്റിയും പാഠഭാഗത്ത് പരാമർശിക്കുന്നുണ്ട്.
അവയിൽ ആദ്യത്തേതാണ് ജൈവ നിയന്ത്രണം. ജൈവ നിയന്ത്രണം എന്ന് പറയുമ്പോൾ അത് പ്രകൃതിക്ക് യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടാക്കുന്നതല്ല. വട്ടച്ചാഴി അഥവാ ലേഡി ബഗ് എന്ന ഷഡ്പദം ചെടികളിൽ വളരുന്ന പല കീടങ്ങളെയും തിന്നു നശിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള മറ്റൊരു മിത്രകീടമാണ് ട്രൈക്കോഡർമ. ഇതുപോലെ തവള, അരണ, ഓന്ത്, വണ്ട് തുടങ്ങിയ ജീവികൾ വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്നു നശിപ്പിക്കുന്നു. ഇത്തരം കീടനിയന്ത്രണമാണ് ജൈവ നിയന്ത്രണം. കീടനാശിനികൾ പ്രയോഗിക്കുമ്പോൾ കീടങ്ങളോടൊപ്പം മിത്രകീടങ്ങളും നശിക്കുന്നു. രണ്ടാമത്തേതാണ് യാന്ത്രിക നിയന്ത്രണം. ചിലയിനം പച്ചക്കറികളുടെ കായകൾ തിന്ന് നശിപ്പിക്കുന്ന ഒരു സ്വർണ്ണ ഈച്ചയെ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവയെ നശിപ്പിക്കാൻ വേണ്ടി ഒരു ഫെറമോൺ കെണി ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത കീടനിയന്ത്രണ മാർഗമാണ് കീടനാശിനികൾ. ഇവ രണ്ട് തരമുണ്ട്. ഒന്ന് രാസകീടനാശിനിയും രണ്ടാമത്തേത് ജൈവ കീടനാശിനിയും. ആദ്യത്തേത് രാസകീടനാശിനി. രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച കീടനാശിനികളാണ് രാസകീടനാശിനികൾ. സ്വാഭാവികമായിട്ടും ഇതിന് ഒരുപാട് ദോഷവശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. രണ്ടാമത്തേതാണ് ജൈവ കീടനാശിനികൾ. രാസകീടനാശിനികളെ അപേക്ഷിച്ച് ദോഷം കുറഞ്ഞവയാണ് ജൈവിക കീടനാശിനികൾ. പുകയില കഷായം, വേപ്പെണ്ണ ഇമൽഷൻ, വെളുത്തുള്ളി കാന്താരി മിശ്രിതം തുടങ്ങിയവയൊക്കെ ജൈവ കീടനാശിനികളാണ്. വിവിധ തരം കൃഷികളും അവയ്ക്ക് പറയുന്ന പേര് പാഠഭാഗത്ത് പരാമർശിച്ചിട്ടുണ്ട്. ഇതിൽ പുഷ്പകൃഷിയാണ് ഫ്ലോറികൾച്ചർ. രണ്ടാമത്തേത് തേനീച്ച വളർത്തൽ അഥവാ അതിന് പറയുന്ന പേരാണ് എപ്പിക്കൾച്ചർ. മുയൽ വളർത്തലിന് പറയുന്ന പേരാണ് ക്യൂണിക്കൾച്ചർ. കൂൺ കൃഷിക്ക് മഷ്റൂം കൾച്ചർ എന്ന് പറയുന്നു. കോഴി കൃഷിക്ക് പൗൾട്രി ഫാമിംഗ് എന്നാണ് പറയുന്നത്. കന്നുകാലി വളർത്തലിന് ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്ന് പറയുന്നു. മത്സ്യകൃഷിക്ക് പിസിക്കൾച്ചർ എന്ന് പറയുന്നു. പട്ടുനൂൽ പുഴുവിനെ വളർത്തുന്നതിന് സെറികൾച്ചർ എന്നാണ് പറയുന്നത്. അടിസ്ഥാന ശാസ്ത്രത്തിലെ ഒന്നാമത്തെ പാഠമായ വിളയിക്കാൻ നൂർമേനിയിൽ നിന്നും വരാവുന്ന പരമാവധി ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായി കവർ ചെയ്തിരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.